ആസ്ട്ര യൂണിവേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ശക്തമായിട്ടുള്ള ഒരു പുഷ്പാഞ്ജലിയെ പറ്റിയിട്ടാണ്. മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളെയും തടസ്സങ്ങളെയും നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു പുഷ്പാഞ്ജലിയാണ്. ശിവക്ഷേത്രത്തിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ നമുക്കതിനോടൊപ്പം ഈ ഒരു വഴിപാട് കൂടി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ എത്ര നടക്കില്ല എന്ന് കരുതുന്ന ആഗ്രഹങ്ങളും നമുക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ തൊഴിൽ പ്രശ്നവും സാമ്പത്തികവും നമ്മുടെ ഗ്രഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബാധിക്കുന്ന ഏതൊരു കാര്യത്തിനെതിരെയും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹ നിവൃത്തിക്കായിട്ടും നമുക്ക് ഈ ഒരു പുഷ്പാഞ്ജലി നമുക്ക് മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ കഴിക്കാവുന്നതാണ്. മഹാദേവൻ്റെ ക്ഷേത്രത്തെപ്പറ്റി പറയുമ്പോൾ മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ നമ്മൾ അടുപ്പിച്ച് 3 ആഴ്ച പോയി തൊഴുത് പ്രാർത്ഥിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് ഐശ്വര്യമൊക്കെ വരുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ 3 ആഴ്ചകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു വഴിപാട് ചെയ്യേണ്ടത്. അപ്പോൾ എപ്രകാരമാണ് അത് ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു പുഷ്പാഞ്ജലിയാണ്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് തിരഞ്ഞെടുക്കേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ദിവസമോ, നിങ്ങൾക്കത് സാധിക്കില്ലെങ്കിൽ ശനിയാഴ്ച ദിവസം, ഈ 2 ദിനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് ശിവക്ഷേത്രത്തിൽ പോകാം. നിങ്ങൾക്ക് ഏറ്റവും മനസ്സിന് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അടുത്തുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിവക്ഷേത്രത്തിൽ നമ്മൾ എപ്പോഴും നിത്യം പ്രാർത്ഥിക്കുന്ന പേര് ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഭഗവാൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ദേവൻ്റെ നടക്കിൽ നിങ്ങൾ പോയി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല ഫലത്തെ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ അതുപോലെ രാവിലെയാണ് നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ടത്. അപ്പോൾ ശനിയാഴ്ചയാണ് നിങ്ങൾ ഈ ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തുടർന്ന് വരുന്ന 2 ശനിയാഴ്ചകളിലും, അതുമല്ല തിങ്കളാഴ്ചയാണെങ്കിൽ തുടർന്ന് വരുന്ന 2 തിങ്കളാഴ്ചയും കൂടി അടുപ്പിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങൾ വിടാതെ അടുപ്പിച്ചാണ് ഈ ഒരു ക്രിയ ചെയ്യേണ്ടത്. അപ്പോൾ രാവിലെ ക്ഷേത്രത്തിൽ നമ്മൾ ശുദ്ധിയോടുകൂടി ചെല്ലുകയും തുടർന്ന് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു രീതി ഇഷ്ടമാണോന്ന് അറിയില്ലെങ്കിലും ശിവൻ്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നന്ദി ദേവൻ്റെ പ്രതിമയോട് പ്രാർത്ഥിക്കുന്നതും അവിടെ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതൊക്കെ വളരെ അനുഗ്രഹദായകമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ശിവക്ഷേത്ര ദർശനം പൂർണ്ണമാവുന്നത്. അതിനുശേഷം നിങ്ങൾ ഭഗവാന്റെ മുമ്പിലേക്ക് ചെന്ന് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പറയുക, അല്ലെങ്കിൽ ആഗ്രഹങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ആ പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾക്ക് ഈ പുഷ്പാഞ്ജലിക്കുള്ള രസീത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ദേവിക്കുള്ള പിൻവിളക്ക്, അപ്പോൾ ശിവക്ഷേത്രത്തിലുണ്ടാവും ദേവൻ്റെ പിറകിലായിട്ട് ദേവിക്കായിട്ടൊരു ദീപം തെളിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെയാണ് നമ്മൾ പിൻവിളക്കിനുള്ള വഴിപാട് കഴിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് ചെയ്യുക. അതോടുകൂടി നമ്മൾ ആയുർസൂക്ത പുഷ്പാഞ്ജലി അതും നടത്തണം, അന്ന് തന്നെ നടത്തണം. അങ്ങനെ നടത്തി നമ്മൾ അതിൻ്റെ പ്രസാദവും സ്വീകരിച്ച് നമ്മൾ തിരികെ ഗ്രഹത്തിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ ശനിയാഴ്ച ചെയ്തെങ്കിൽ അടുത്ത ശനിയാഴ്ച നമ്മൾ ശിവസഹസ്രനാമ പുഷ്പാഞ്ജലിയാണ് നടത്തേണ്ടത്. അതുപോലെ തന്നെ ദേവിക്കുള്ള പിൻവിളക്കും. അപ്പോൾ ഈ ഒരു 2 വഴിപാടും കൂടി അന്ന് കഴിച്ചതിന് ശേഷം നിങ്ങൾ 3-ാമത്തെ ശനിയാഴ്ച ചെല്ലുന്ന സമയത്ത് ശനിയാഴ്ച നിങ്ങൾ തിങ്കളാഴ്ച ചെല്ലുന്നെങ്കിൽ 3-ാമത്തെ തിങ്കളാഴ്ച ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഇളനീർ അഭിഷേകം ചെയ്യുക. അതുപോലെ തന്നെ ദേവിക്ക് പിൻവിളക്കും നടത്തുക. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എത്ര നടക്കില്ല എന്ന് നിങ്ങൾ കരുതിയ ആഗ്രഹവും നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകുന്ന ആളുകൾക്ക് വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കർമ്മം നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സ്വയമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കായിട്ടും അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്കോ ഭാര്യമാർക്കോ നമുക്ക് വേണ്ടപ്പെട്ട ആർക്കും നമുക്കിത് നക്ഷത്രം പറഞ്ഞ് നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹം വളരെ കൃത്യമായിട്ട് നടന്നിരിക്കും. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നതിൽ നമ്മൾ ആ ചെയ്യുന്ന ദിവസം അത് കൃത്യമായിട്ട് 3 ആഴ്ചകളിലായിട്ട് നമ്മൾ ചെയ്യണമെന്നുള്ളതാണ്. ആ ഒരു കാര്യം മാത്രമാണ് ഈ ഒരു വഴിപാടിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ.
അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും മനസ്സിന് ഇഷ്ടപ്പെട്ട ശിവക്ഷേത്രത്തിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലപ്രാപ്തി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിരവധി ആളുകൾ ഈ ഒരു കർമ്മം ചെയ്തിട്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും അത്തരത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. നമ്മൾ മറ്റുള്ള മാർഗങ്ങളിലൂടെ പോയി നമ്മുടെ ധനവും സമ്പത്തും നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലതാണ് നമ്മുടെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ആചാരങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നമ്മളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കുന്നവർ ചെയ്യുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഏവർക്കും